ഇന്നലെ നിങ്ങൾ ഭയങ്കരമായിട്ട് അടി കിട്ടി എന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേ ഈ പ്ലാസ്റ്ററും കാര്യങ്ങളൊക്കെ ഇട്ടല്ലോ, അത് ആര് പറഞ്ഞിട്ട് ചെയ്തതാ? പ്ലാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം പറയാം, ആർക്കും തട്ടിയടില്ലാതിരിക്കുന്നത് കാണുമല്ലോ. കാരണം നിങ്ങളോട് എനിക്ക് ബേസിക്കലി കുറ്റം ദേഷ്യമില്ല. എന്റെ ശരീരത്തിൽ നോവുന്ന രീതിയിൽ ഒരു ഇത് വന്നപ്പോ, അറ്റാക്ക് വന്നപ്പോ ആ രീതിയിൽ ഞങ്ങൾ പ്രവഹിച്ചു പോയതാ. പല അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ദേഹം ഫൈറ്റ് എന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ ഇതൊക്കെ കൊണ്ടുള്ള ഇടി കൊണ്ടായിരുന്നു. പക്ഷെ അത് പോട്ടെ. അല്ല, പക്ഷെ നിങ്ങളെ കൊണ്ട് ആ വേഷം കെട്ടിപ്പിച്ചതാരാ? കോമാളി വേഷം കെട്ടിപ്പിച്ചു കഴിഞ്ഞാൽ 2 വർഷം അവര് പറഞ്ഞിരുന്നു, ശ്രീത്ത് പറഞ്ഞിരുന്നു, സ്ലീ സ്പോർട്സ് അവര് പറഞ്ഞ 2 വർഷമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ആശിച്ചൊന്നും മാപ്സ്റ്റിക് മീഡിയക്കും ആദർശനൊക്കെ ഇല്ല. അപ്പോ അങ്ങനെ ഒരു വ്യക്തിയെ വേറെ പല മീഡിയകളും പല പ്രോഗ്രാംസിനും കൊണ്ടുപോയിട്ടുണ്ട്. അത് താങ്കൾക്ക് അറിയാമോ ഇല്ലയോ? അറിയാൻ പാടില്ലെന്ന്. അതൊക്കെ എന്താ കാര്യം? കാരണം നീലക്കുയിലും ഫിലീസ് പോസ്റ്റും 2 കല്യാണത്തിനും ഒരു പരിപാടിക്ക് കൊണ്ടിട്ടുണ്ട്. 3 പരിപാടി അവർ പിടിച്ച് അവരുടെ ഇന്നോവക്ക് ആണ് കൊണ്ടുപോകുന്നത്. അത്യാവശ്യം സിറ്റിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ലാലേട്ടൻ മമ്മൂക്കൊക്കെ ഇരിക്കുന്ന പോലെ ഇരിക്കാം, മറ്റേ നല്ല സ്പേസ് ഉണ്ട്. പക്ഷെ നമ്മള് ആസാം വ്യക്തിയുടെ കാറിൽ കുഴപ്പമില്ല, യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷെ അവരും കൊണ്ടുപോയിട്ടും ഇതുവരെ പിച്ചാനോ തോണ്ടാനോ നിന്നിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ആ ഒരു വന്നപ്പോൾ നമുക്കൊരു നിങ്ങൾ അവരുടെ വീട്ടിൽ പോയി കിടന്നിട്ടോ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഉണ്ടോ? ഈ അങ്ങനെ ചോദിച്ചാൽ പറയുന്ന നീലക്കുയിലെ ആൾക്കാരായിട്ട് ഈ പറഞ്ഞ എന്റെ വീട്ടിൽ വന്നവരെ ഞാൻ നിന്നെ ഷെയർ ചെയ്തപോലെ ഇവരൊക്കെ ചെയ്തിട്ടുണ്ടോ? നിന്നെ കേരളത്തിൽ വേറെ ഏതെങ്കിലും വീട്ടിൽ കയറ്റോ? കേരളത്തിൽ വേറെ ഏതെങ്കിലും വീട്ടിൽ കയറ്റോ? മാന്യമുള്ളത് ഏതെങ്കിലും വീട്ടിൽ കയറ്റോ നിന്നെ? ചേട്ടാ, വീട്ടില് നമ്മള് കയറാറുണ്ട്. ഇപ്പൊ രാകേഷേന്റെ വീട്ടിലേക്ക് കയറ്റിട്ട് വന്നിട്ടുണ്ട്. അതല്ല കാര്യം. പക്ഷെ നീലക്കുയിലിന്റെ ഒക്കെ ഒന്നും വീട്ടിലേക്ക് പോയിട്ട് ഇരുന്നിട്ടില്ല. പക്ഷെ ഇവരൊന്നും വീട്ടിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അവർക്ക് ആ ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ നിന്റെ വീട്ടിൽ കേട്ടിട്ടുണ്ടോ? എന്റെ ഇത്ര മാനേജറാണ് പിയാറോന്ന് പറയുന്നത്. നീ എന്റെ വീട്ടിൽ എന്നെ കേട്ടിട്ടുണ്ടോ മര്യാദക്ക്? അത് എന്റെ പേരിലല്ലല്ലോ എന്റെ വീട്. കാരണം എന്റെ വീട്ടിൽ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അവരുടെ കാഴ്ചപ്പാടില് അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ രാത്രി നിന്റെ സിറ്റൗട്ടിൽ ഇരുന്ന് കൊതുകടി കൊള്ളേണ്ട വന്നിട്ടുണ്ട് കുറെ. അത് വേണമെങ്കിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഫാൻ ഓൺ ചെയ്ത് തന്നെ. അല്ല, നിങ്ങളെ വേഷം കിട്ടിച്ചതാരാണ്? ഏത് ചാനലുകളാണ്? നീലക്കുയില്, ICG, സിലീസ് പോസ്റ്റ് അവരൊക്കെ ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു പേടിപ്പിക്കാൻ വേണ്ടി ഒരു എന്താ പറയാ ഒരു പ്രതിഷേധം. ചാനലിനെ പേരിൽ ചാനലിനെ പൂട്ടിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് എതിരെ നല്ല രീതിയിൽ പോസ്റ്റ് ചെയ്ത ആൾക്കാർ അവർ നിന്നെ പറ്റി മോശം പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ആശിഷിന്റെ പല കംപ്ലൈന്റുകളും കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. അതൊക്കെ പിന്നീടല്ലേ?